കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പെറ്റ് ഇൻഷുറൻസിന്റെ പ്രാധാന്യത്തെക്കുറിച്ചായിരുന്നു സംസാരിക്കുന്നത്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ സെലക്ട് ചെയ്യുന്ന പെറ്റ് ഇൻഷുറൻസിൽ ഏതൊക്കെ കാറ്റഗറികളുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിൽ പ്രധാനമായിട്ടും 8 കാറ്റഗറിയാണുള്ളത്. അതിൽ സർജറി എക്സ്പെൻസ് കവർ ചെയ്യുന്നുണ്ട്, ഹോസ്പിറ്റലൈസേഷൻ അതായത് അഡ്മിറ്റ് ചെയ്തുള്ള ചികിത്സ, പിന്നെ ലോങ് ടേം കെയർ ഉണ്ട്, ടെർമിനൽ ഡിസീസ് അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് അസുഖങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കവർ ചെയ്യുന്നുണ്ട്, പിന്നെ OP നമുക്ക് പ്രധാനമായിട്ട് നമ്മൾ തിരക്കുന്ന കാര്യം അതാണ് OP കവറേജ് ഉള്ളത്. OP അതായത് നമ്മൾ ദൈനംദിനമായിട്ട് എന്തെങ്കിലും അസുഖങ്ങൾ വന്നിട്ട് കൊണ്ടുവന്ന് കാണിക്കേണ്ട അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് തേർഡ് പാർട്ടി കവറേജ് ഉണ്ട്. അതായത് നമ്മൾ മറ്റുള്ളവരുടെ എന്തെങ്കിലും വസ്തുക്കൾ നശിപ്പിക്കുക അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കടിക്കുകയോ മറ്റോ ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വാഹനങ്ങൾ നമ്മൾ ഇൻഷുർ ചെയ്യുമ്പോൾ നമ്മൾ വാഹനങ്ങൾ വഴി മറ്റുള്ളവർക്ക് അപകടങ്ങൾ സംഭവിക്കുമ്പോൾ കോമ്പൻസേഷൻ കൊടുക്കുന്നത് പോലെ അതുപോലെ നമുക്ക് ഇവിടെ പെറ്റ്സിൻ്റെ കേസിൽ തേർഡ് പാർട്ടി ഉണ്ട്. അതുപോലെ മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ അസുഖം വന്നിട്ട് എന്തെങ്കിലും കാഠിന്യമേറിയ അസുഖങ്ങൾ ഏതെങ്കിലും വന്നിട്ട് ഡെഡായിപ്പോയി, അല്ലെങ്കിൽ ആക്സിഡൻറ്റ് വഴി ഡെഡായിപ്പോയി, അല്ലെങ്കിൽ യൂത്തനൈസ് ചെയ്യേണ്ടി വന്നു, അസുഖം വന്നിട്ട് അതിന് റിക്കവർ ചെയ്യാൻ പറ്റില്ല, ഇനി അത് ഡെഡാക്കുന്നതാണ് നല്ലത് എന്ന് ഡോക്ടേഴ്സ് റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ അതുവഴി നമ്മൾ ഡെഡാക്കുകയാണെങ്കിൽ അതായത് യൂത്തനൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ കേട്ടിട്ട് നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. നമ്മളുടെ പെറ്റ്സിന് ഇതെല്ലാം ആവശ്യമുണ്ടെന്നല്ല, നമ്മൾക്കറിയാം നമ്മളുടെ പെറ്റ്സിന് ഏതൊക്കെയാണ് ആവശ്യമുള്ളതെന്ന്. അത് നമ്മൾ മനസ്സിലാക്കി ഈ പറഞ്ഞ 8 കാറ്റഗറിയിൽ ഏതാണോ നമ്മൾക്ക് ആവശ്യമുള്ള അത് മാത്രം ചൂസ് ചെയ്യുക, അതിനുള്ള പ്രീമിയം അടച്ച് നമ്മൾ ചെയ്യുക. ഇത്രയേ നമുക്ക് വേണ്ടി വരുന്നുള്ളൂ.